അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രണയം 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 ഈ ഒരു ചിന്തയിൽ മാത്രം ജീവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രണയമാണ് ഏറ്റവും വലുത്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രണയമാണ്. പ്രണയം മാതാപിതാക്കളെക്കാളും മതത്തെക്കാളൊക്കെ വലുതാണ്. പ്രണയിക്കുന്ന ആളോടൊപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അവനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം സ്വർഗീയമായിരിക്കും, ആനന്ദകരമായിരിക്കും, സന്തോഷകരമായിരിക്കും, അടിച്ചുപൊളിയായിരിക്കും, കളർഫുള്ളായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന എന്നൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ചില പെൺകുട്ടികൾ ഇത്രയും കാലം തങ്ങളെ പൊന്നുപോലെ സ്നേഹിച്ച് ലാളിച്ച് ഒരു കുറവും അറിയിക്കാതെ വളർത്തിയ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ തകർത്ത് അവരെ കരയിപ്പിച്ച് അവരുടെ കണ്ണുനീരിൽ ചെവിട്ടി മതമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രണയിക്കുന്ന ആളോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് വലിയ സംഭവമാണ്, അത് അഭിമാനകരമായൊരു കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം പെൺകുട്ടികൾ, ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ മാതാപിതാക്കളെ കരയിപ്പിച്ച് താൻ പ്രണയിക്കുന്ന ആളോടൊപ്പം ഇറങ്ങിപ്പോയിട്ട് സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന, അതല്ലെങ്കിൽ അവസാനം വരെ മരണം വരെ സന്തോഷത്തോടുകൂടി ജീവിച്ച ഒരു പെൺകുട്ടിയെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ? ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് സമാധാനത്തോടുകൂടെ മരണപ്പെട്ട ഒരു കുട്ടിയെയെങ്കിലും നമ്മുടെ മുമ്പിൽ നമുക്ക് എടുത്തു വെക്കാനുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതല്ലൊരു യാഥാർത്ഥ്യം. എന്നിട്ടും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇതിൽ നിന്നൊന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. എത്ര കുടുംബങ്ങൾ, എത്ര മാതാപിതാക്കളാണ് ഇങ്ങനെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയിട്ട് കണ്ണുനീര് കുടിച്ച് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. തെക്കൻ കേരളത്തിലെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ പെൺകുട്ടി പ്രണയിക്കുന്ന ആളോടൊപ്പം ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉമ്മയും ബാപ്പയൊക്കെ ആ പെൺകുട്ടിയുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി, കുടുംബക്കാരൊക്കെ പറഞ്ഞു നോക്കി, പൊന്നു മോളെ പോകല്ലേ, ഒന്നുകൂടി നീ ആലോചിക്കുക, ഒന്നുകൂടി ചിന്തിക്ക്, എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു നോക്കി. എന്ത് വേണമെങ്കിലും മോൾക്ക് ചെയ്തു തരാം, ഇപ്പം ഇവനോടൊപ്പം മോള് പോകല്ലേ, ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി കേട്ടില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ ചേട്ടനാണ് വലുത്, അവനോടൊപ്പമുള്ള ജീവിതം അതാണ് ഞാൻ സ്വപ്നം കാണുന്നത്, അതാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി, അമ്പലത്തിൽ പോയി താലി കെട്ടി. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. മാതാപിതാക്കളെ വെറുതെ ഒരു നോക്കുകുത്തി മാത്രം ആക്കുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു നിയമമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. 18 വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു കുറവും അറിയിക്കാതെ വളർത്തണം. അതിനിടയ്ക്ക് കുട്ടികൾ മാതാപിതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി നൽകി കഴിഞ്ഞാൽ, തങ്ങളെ ശിക്ഷിച്ചു എന്നോ അല്ലെങ്കിൽ തങ്ങളെ ശാസിച്ചു എന്നോ മാതാപിതാക്കൾക്കെതിരെ പരാതി നൽകിയാൽ നിയമം മാതാപിതാക്കൾക്കെതിരെ തിരിയും. 18 വയസ്സായതിനു ശേഷം ഈ കുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും മാതാപിതാക്കളൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പോഴും മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നൊരു നിയമം. സ്വത്തും മറ്റൊക്കെ കുട്ടികൾക്ക് നൽകുകയും വേണം. അതല്ലാതെ മറ്റു വിഷയങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളുടെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നൊരു നിയമമുള്ള നമ്മുടെ നിയമം. ഈ മാതാപിതാക്കളും അവരിങ്ങനെ കരഞ്ഞു എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫലമൊന്നും ഉണ്ടായില്ല. പെൺകുട്ടി കൂളായിട്ട് ഇറങ്ങിപ്പോയി, അമ്പലത്തിൽ പോയി താലി കെട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ആ പെൺകുട്ടി ഒരു ആക്സിഡൻറ്റിൽ പെട്ടാൽ പിന്നെ സ്വാഭാവികമാണല്ലോ, പിന്നെ അവനിക്ക് പെൺകുട്ടിയെ വേണ്ടി വരില്ല, അവൻ്റെ കുടുംബത്തിന് പെൺകുട്ടിയെ വേണ്ടി വരില്ല, പിന്നെ ചിലവും കാര്യങ്ങളും, പിന്നെ ഈ രോഗിയായ പെൺകുട്ടിയെ ആർക്ക് വേണം? ഏതായാലും ആക്സിഡൻറ്റ് പെട്ടു എന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കൂളായി ഇറങ്ങിപ്പോയ പെൺകുട്ടിയാണെങ്കിലും ആ മാതാപിതാക്കളുടെ മനസ്സിൽ മോൾ ആക്സിഡൻറ്റിൽ പെട്ടു എന്ന് കേട്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പെൺകുട്ടിയെ തേടിപ്പോയി, ഹോസ്പിറ്റലിൽ പോയി, പെൺകുട്ടിയെ ചികിത്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല, പെൺകുട്ടി മരണപ്പെട്ടു. ആ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഖബർസ്ഥാനിൽ ഖബറടക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത. നാട്ടിലെ ഖബർസ്ഥാനിൽ ഖബറടക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ അടുത്ത കാലത്ത് ധാരാളം കേട്ടിട്ടുണ്ട്. മറ്റു മതസ്ഥരോടൊപ്പം ഇറങ്ങിപ്പോകുന്നു, അമ്പലത്തിൽ പോയിരുന്നു, താലി കെട്ടുന്നു, മതം മാറുന്നു, എന്നിട്ട് മരണപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ പള്ളിക്കാട്ടിൽ കൊടുന്ന് ഇസ്ലാമിക പ്രകാരം കബറടക്കുന്ന ഒരു രീതി, കുറച്ച് സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അടുത്ത കാലത്ത് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും അത് മറ്റൊരു ചർച്ചയാണ്, ഞാൻ മതമല്ല പറഞ്ഞു വരുന്നത്. പൊതുവെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഏത് മതസ്ഥൻ്റെ കൂടെ പോയാലും ഒരിക്കലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അത് സ്വന്തം മതസ്ഥൻ്റെ കൂടെ തന്നെ പോയാലും ഒരിക്കലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. കാരണം മാതാപിതാക്കളുടെ തൃപ്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പലരും ജിഹാദി എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും ഇസ്ലാം ഒരിക്കലും മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിക്കുന്നത്, സ്വന്തം മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിക്കുന്നത് തന്നെ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഹദീത്ത് കിതാബൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ ആദ്യം കാണുന്നൊരു ഹദീത്തുണ്ട്, ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഹദീത്ത്.
അമലുകൾ ശരിയാവുന്ന നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹദീസിൻ്റെ പശ്ചാത്തലം തന്നെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ഒരു സ്വഹാബി അദ്ദേഹം ഒരു പെൺകുട്ടിയെ ഒരു സഹോദരിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അത്രേ പോകുന്നുണ്ടായിരുന്നത്. കൂട്ടത്തിലോ അതല്ലെങ്കിൽ നേരത്തെയോ മദീനയിലേക്ക് ഹിജറ പോയ ഒരു സ്വഹാബിയത്തായ ഒരു സഹോദരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ വിവാഹം കഴിക്കണം എന്ന ചിന്തയോടുകൂടെ ആയിരുന്നത്ര ഇയാൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്, ഹിജറ പോകുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് മുത്തുനബി പറയുന്നത് പമങ്കാനത്തു ഹിജറത്തുഹു ഇലംബ്രഅത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഹിജറ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹിജറയിലൂടെ അതാണ് കിട്ടുക, അല്ലാതെ അള്ളാഹുവോ റസൂലോ ഒന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുത്തുനബിയുടെ ഹദീസ്. എന്ന് വെച്ചാൽ ഒരു നിലക്കും ഇസ്ലാം പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. അത് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണായാലും വിവാഹത്തിന് മുമ്പ് പ്രണയിക്കുന്നത് ഇസ്ലാം അനുവദനീയമാക്കിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ പ്രണയിച്ച് മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ നിങ്ങൾ പോയാൽ, അത് മറ്റു മതസ്ഥൻ്റെ കൂടെ പോയാലും അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടി ഒരു മുസ്ലിമിൻ്റെ കൂടെ വന്നാലും പ്രണയത്തിന് വേണ്ടിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നശിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അടുത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നും കോളേജിലേക്കാണ് എന്ന് പറഞ്ഞ് തൻ്റെ കാമുകനോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്ന അവസാനം ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ട ഒരു സംഭവം അടുത്ത കാലത്ത് നടന്നാണ്. അപ്പോൾ എന്തേ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്ക്. അല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാതാപിതാക്കളെ പറ്റിച്ചിങ്ങനെ ഇറങ്ങിപ്പോയി അവസാനം ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പം ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഒരാൾക്കും സമാധാനമോ അല്ലെങ്കിൽ സന്തോഷമോ ഉണ്ടാവില്ല. കുറച്ച് ദിവസം ഉണ്ടാവും, ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കിട്ടേണ്ടത് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ നിങ്ങളെ വേണ്ട എന്ന് വെക്കും. കാരണം വിവാഹത്തിന് മുമ്പ് നിങ്ങളെ പ്രണയിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ അവർ നല്ലവരായത് കൊണ്ടല്ലല്ലോ നിങ്ങളെ പ്രണയിക്കുന്നത്. നല്ലവരായിരുന്നെങ്കിൽ അവർ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വില അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ച് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം അവർ കാണാതെ പോകില്ലല്ലോ. അപ്പം നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റിക്കുന്നതാണ്, അവരും നിങ്ങളുടെ മാതാപിതാക്കളെ വഞ്ചിക്കുന്നതാണ്. അങ്ങനെ വഞ്ചനയിലൂടെയുള്ളൊരു സ്നേഹം ഒരു ബന്ധത്തിൻ്റെ തുടക്കമാണ്. അങ്ങനെയുള്ള ബന്ധം അതൊരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ല. അതുപോലെ തന്നെ ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരിയായാലും അന്യ ആണുങ്ങളെ കാണുന്നത്, അവരുമായി അനാവശ്യമായി സംസാരിക്കുന്നത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിവാഹത്തിന് മുമ്പ് ഹറാമല്ലേ, തെറ്റല്ലേ? ഇങ്ങനൊരു തെറ്റായ കാര്യത്തിലൂടെ ജീവിതം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതാവസാനം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഒരു സംഭവം മാതാപിതാക്കളെ വേദനിപ്പിച്ചിറങ്ങിപ്പോയിട്ട് ഇന്നും പ്രണയിച്ചിറങ്ങിപ്പോയിട്ട് പ്രണയത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ മതത്തെക്കുറിച്ച് പഠിച്ച് ഒരാൾ ഈ മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൽ പോയി എന്നിട്ട് അതിൽ പോയി വേറൊരാളെ വിവാഹം കഴിച്ചു, അതേക്കുറിച്ചല്ല. ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നു എന്നിട്ട് വേറൊരാളെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിനെ ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയി അവിടെ വേറൊരാളെ വിവാഹം കഴിച്ച്, അതേക്കുറിച്ചല്ല. പ്രണയത്തിന് വേണ്ടി മതം ഉപേക്ഷിച്ചിട്ട് മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് പോയിട്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇനി മതം ഉപേക്ഷിക്കുമ്പോൾ തന്നെ ഒരാൾ മതത്തെ പഠിച്ച് ഈ ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മറ്റൊരാൾ കടന്നു വന്നു, മതം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരാൾ കടന്നു വന്നാൽ തന്നെയും അയാളുടെ പഴയ മതത്തിൽ വിശ്വസിക്കുന്ന അയാളുടെ മാതാപിതാക്കളെ നോക്കൽ ഇയാൾക്ക് നിർബന്ധമാണ്. അത് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. മാതാപിതാക്കളുടെ മതം ഏതായാലും മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത്, അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമികമായി നിർബന്ധമുള്ളൊരു കാര്യമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും ഇങ്ങനെ പ്രണയം വലുതാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച് പോയിട്ട് ഇത് വലിയൊരു ട്രെൻഡാണ്. പെൺകുട്ടികൾക്ക് വലിയ അഭിമാനത്തോടു കൂടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതാൽ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അസ്സലാമു അലൈക്കും.